ബെത്ലഹേമിലുള്ള മിൽഗ്രോട്ടയാണിത്. ഉണ്ണിയേശു ജനിച്ച ശേഷം പരിസ്ഥേമയും വിശുദ്ധ ഔസേപ്പ് പിതാവും കൂടി ഉണ്ണിയേശുവിനെയും കൊണ്ട് ഹെറോദസ് രാജാവിൽ നിന്നും രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ഒളിച്ചിരുന്ന ഗുഹയാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ഈ ഭാഗം കാണുവാൻ സാധിക്കും. ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 13-14 വാക്യങ്ങളാണിവ. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും ഉണ്ണീശോയും കൊണ്ട് ഈ ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ണീശോയ്ക്ക് മുലയൂട്ടുകയും ഒരു തുള്ളി പാൽ നിലത്തൊരു കല്ലിൽ വീഴുകയും ആ കല്ലിന് വെളുത്ത നിറമായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആ കല്ലിൽ നിന്നും ചുരണ്ടിയെടുത്ത പൊടി നമുക്കിവിടെ വാങ്ങിക്കുവാൻ സാധിക്കും. അത് സന്താനഭാഗ്യമില്ലാത്തവർ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഒത്തിരി പേർ ഇവിടെ സാക്ഷ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഗസൗഖ്യത്തിനായും ഈ പൊടി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കുന്നുണ്ട്. രോഗസൗഖ്യം ലഭിച്ചവരും ഒത്തിരി പേർ ഇവിടെ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ, 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ എപ്പോഴും സന്ദർശനത്തിനായി വരുന്നത്. ഞങ്ങൾ ഇസ്രായേലിൽ വർക്ക് ചെയ്ത സമയത്ത് ക്രിസ്തുമസിന് ബെത്ലഹേമിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്.